LDF വേണ്ടി ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ധാരാളമായി പകർന്നു കിട്ടിയിരിക്കുകയാണ്. മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാനമായ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം ആവേശകരമായി ഇത്തവണ ഉണ്ടാകും. താമര ഇവിടെ വിരിഞ്ഞു എന്ന് അവകാശപ്പെടുന്നുണ്ട്. താമര വാടിപ്പോയതായിട്ടാണ് കാണുന്നത്. ആര് തമ്മിലാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കോൺഗ്രസും BJP-യും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നോർമലാണ്. ശബരിമലയിലെ വരുമാനത്തിൽ നിന്ന് പങ്കുപറ്റാതെ അവിടത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവിടെ ദേവസ്വം മന്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നു. അത് ആര് അയ്യപ്പന്റെ സ്വർണം അല്ലെങ്കിൽ പണം കൊണ്ടുപോയിട്ടുണ്ടോ അവരെ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം. ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഗുണകരമാകുന്നതായിരിക്കണം വികസനം. 10 വർഷക്കാലത്തെ കേരളത്തിലെ വികസനം തന്നെയാണ് LDF ഉയർത്തിപ്പിടിക്കുന്നത്. വിജയബലം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Hi, hello, namaskar. You're watching KTV India with me, Varsha Venugopal, and as you all know, this is my 5th day for the Kerala tour, because you know it's Kerala Assembly Election 2026, and right now we are at the very important district, that is Thrissur, because Thrissur is the much more talked about, much more famous district of Kerala, and right now I'm standing at the CPIM office, where I got KG Shivanandan sir, who is the Jilla Secretary over here. Sir, namaskaram. Sir, നമുക്കറിയാം ഇപ്പോൾ CPIന്റെ കാൻഡിഡേറ്റ് നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് കാൻഡിഡേറ്റ്ഷിപ്പ് ആയിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇത്തവണ ഒരു സാംസ്കാരിക നായകൻ തൃശ്ശൂരിൽ LDF വേണ്ടി മത്സരിക്കണം എന്നാണ് CPI നേതൃത്വവും LDF-ഉം തീരുമാനിച്ചത്. ആ തീരുമാനത്തെ തൃശ്ശൂർ പട്ടണത്തിലെ ജനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 5 പതിറ്റാണ്ടോളം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ സാംസ്കാരിക സംഘടനയായ യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ, വിശിഷ്യ കവി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതനാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ മേഖലയിലുമൊക്കെ വലിയ ഉണർവുണ്ടായിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 2 ടേമുകളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളാണ് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ധാരാളമായി പകർന്നു കിട്ടിയിരിക്കുകയാണ്. സർ, ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലായിടത്തും നമുക്ക് നോക്കുകയാണെങ്കിൽ LDF വേഴ്സസ് UDF അങ്ങനെ ഒരു ഫൈറ്റാണ്. പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ്. UDF ഉണ്ട്, ND ഉണ്ട്, LDF ഉണ്ട്. സർ, അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ക്യാമ്പയിനിങ്ങിലും ഇലക്ഷൻ ടൈമിലും നമുക്ക് തോന്നാറുണ്ടോ സർ? ഇപ്പോൾ ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ മുതൽ അങ്ങനെയൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണത്തെ അനുഭവം ഇടതുപക്ഷത്തെ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ടുള്ള LDF ആണ് ജനങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ NDA-യും LDF-ഉം തമ്മിലല്ല മത്സരം, UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാനമായ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം ആവേശകരമായി ഇത്തവണ ഉണ്ടാകും. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താമര ഇവിടെ വിരിഞ്ഞു എന്ന് അവകാശപ്പെടുന്നുണ്ട്. സത്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോൾ താമര വാടിപ്പോയതായിട്ടാണ് കാണുന്നത്. കാരണം അന്ന് വിജയിക്കാനിടയായത് UDF പാളയത്തിലെ വോട്ടുകളെല്ലാം ഒഴുകി NDA പാളയത്തിലേക്ക് ചെന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് LDF-ൻ്റെ വോട്ടിൽ വർധനവുണ്ടാകുകയും UDF-ൻ്റെ വോട്ടിൽ ചോർച്ചയുണ്ടാകുകയും NDA-യുടെ വോട്ടുകളെല്ലാം തന്നെ മതനിരപേക്ഷ ക്യാമ്പുകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥ എന്നിവിടെയുണ്ട്.
അത് മാത്രമല്ല സാർ, ഇപ്പോൾ സാർ ഈ NDA എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാനും ചോദിക്കുകയാണ്, UDF പലതവണയായി ഒരു അലിഗേഷൻ LDFനെ മേലിൽ ചാർത്താൻ നോക്കുന്നു. CPIയും പിന്നെ അതേപോലെ സംഘ് പരിവാറും ഒക്കെ ഒരേ പരിവാറാണെന്ന് പറഞ്ഞു കുറേ അലിഗേഷൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു LDF കാര്യകർത്ത എന്ന നിലയിൽ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഒരു പുകമഴ സൃഷ്ടിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആര് തമ്മിലാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ നടക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കണ്ടു. മറ്റത്തൂർ പഞ്ചായത്തിൽ 4 സീറ്റ് മാത്രമാണ് NDAക്ക് കിട്ടിയത്, അഥവാ BJPക്ക് കിട്ടിയത്. 8 സീറ്റ് കോൺഗ്രസ്സിന് അഥവാ UDFന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ 8 പേരും NDAയുടെ ഭാഗമായി BJPയുടെ ഭാഗമായി അവിടെ ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഡീല് എന്താണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾക്ക് മറ്റത്തൂർ ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണ്. അതിൻ്റെ ഒരു തുടർച്ച മാളയിലും കാണുന്നുണ്ട്. മാളയിൽ LDFൻ്റെ ഭരണത്തെ, അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും കൂട്ടായി നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും ജനങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട്. അതാണ് എവിടെയും കാണുന്നത്. ഇപ്പോൾ ബീഹാറിൽ തന്നെ രാജ്യസഭാ ഇലക്ഷനിൽ കണ്ടു, BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ MP മാരെടുത്ത സമീപനം. ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നോർമലാണ്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊഴുകി പോകാം എന്നുള്ളതാണ്. എന്നാൽ LDFൻ്റെ നിലപാട് വളരെ കർക്കശതയുള്ളതാണ്. ഇക്കാര്യത്തിൽ വർഗീയതയ്ക്കെതിരായിക്കൊണ്ട് ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറല്ല. കാരണം അത് ആശയപരമാണ്. ആ ആശയപരമാണ് എന്ന് ഞാൻ പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ്. കാരണം ഈ ഇന്ത്യ രാജ്യത്ത് താത്വികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ RSSൻ്റെ സംഘചാലക അദ്ദേഹത്തിൻ്റെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച്. ആ ആഭ്യന്തര ശത്രുക്കളിൽ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഉള്ളതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അപ്പോൾ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നു. ഓക്കെ സാർ, ഓക്കെ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ UDF എടുത്ത് പറയുന്ന വേറൊരു അലിഗേഷൻ എന്ന് വെച്ചാൽ ശബരിമല ആണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നപ്പോൾ പലരും അവിടെ പറയുണ്ടായി ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്നു, അതിന് ഉപരി എന്തെങ്കിലും പറയണം എന്ന് ഉള്ളതുകൊണ്ട് മാത്രം ശബരിമല എടുക്കുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അറിയാം, കേരളത്തിൽ ഉള്ള മതവിശ്വാസികൾ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മതവിശ്വാസികൾ വരെ തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ഒരു സ്ഥലമാണ് ശബരിമല സന്നിധാനം. ശബരിമലയുടെ വികസനം കാലോചിതമായി ഉണ്ടാകണം എന്ന് കരുതുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. ശബരിമലയിലെ വരുമാനത്തിൽ നിന്ന് പങ്കുപറ്റാതെ കേരള ഖജനാവിൽ നിന്ന് പണം നീക്കിവെച്ചുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്, ഭംഗിയായി നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ഭരണ കാലഘട്ടത്തിലാണ്. ഈ അയ്യപ്പ സംഗമം തന്നെ നടത്തിയത് ശബരിമല സന്നിധാനത്തിൻ്റെ പ്രത്യേകതകളും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വികസനോന്മുഖമാകുന്നതിനും വേണ്ടിയിട്ട് സാർവദേശീയ ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനിടയിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. 2004 അവിടെ വന്ന പോറ്റി എന്ന് പറയുന്നയാൾ ഇടനിലക്കാരനായിട്ട് അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. 2004 ആ പോറ്റി അവിടെ വരുമ്പോൾ ഇവിടെ ദേവസ്വം മന്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നു. അതിൻ്റെ ബോർഡിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ ആയിരുന്നു. അവർക്ക് ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടന്നപ്പോഴാണ് ഈ കൊള്ളക്കാരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടന്നത്. ആ അന്വേഷണം സത്യസന്ധമായിട്ട് നടക്കണം, നീതിപൂർവമായിട്ടുള്ള സമീപനം ആ കാര്യത്തിൽ LDF ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഈ കാലത്ത് എടുത്തതിൻ്റെ കൂടി ഫലമായിട്ടാണ്
യഥാർത്ഥത്തിൽ അവിടുത്തെ കള്ളന്മാരെക്കുറിച്ചുള്ളൊരു ചിത്രം നമുക്ക് വ്യക്തമായത്. അത് ആര് അയ്യപ്പൻ്റെ സ്വർണം അല്ലെങ്കിൽ പണം കൊണ്ടുപോയിട്ടുണ്ടോ അവരെ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. ഇടതുപക്ഷം എപ്പോഴും വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള പോരാട്ടം വികസന വിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ്. 10 വർഷക്കാലത്തെ കേരളത്തിലെ വികസനം തന്നെയാണ് LDF ഉയർത്തിപ്പിടിക്കുന്നത്. അത് എല്ലാ മേഖലയിലുമുള്ള വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ കൊള്ളയടിക്കുന്നതോ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതോ അല്ല. ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഗുണകരമാകുന്നതായിരിക്കണം വികസനം. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പരിസ്ഥിതി ഉന്മുഖമായിട്ടുള്ളൊരു വികസന നയം കേരളത്തിൽ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് LDFൻ്റെ മേന്മ. സാർ, അതേപോലെ ഇപ്പോൾ സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. അപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനേക്കാളും നല്ലൊരു കാൻഡിഡേറ്റ് കിട്ടാനെന്ന് സാർ പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര സീറ്റ് പ്രതീക്ഷിക്കാം പുള്ളിയുടെ സൈഡിൽ നിന്ന് LDFന് വേണ്ടി? അതേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം വിജയമാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം 2 ഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുകയാണല്ലോ. നമുക്ക് ആദ്യഘട്ടത്തിൽ 91 സീറ്റാണ് കിട്ടിയത്. 2ാം ഘട്ടത്തിൽ 99 സീറ്റായിട്ട് ഉയർന്നിട്ടുണ്ട്. തീർച്ചയായും അതിനേക്കാൾ കൂടുതൽ വിജയബലം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സാർ, സാറിൻ്റെ സമയം തന്നില്ല. So that was KG Shivanandan, who is the Jilla Secretary of CPI, and what he said was like it's a fight between LDF and UDF also here, because he believes that NDA is just a flower which is not coming up anytime soon, so it is always LDF and UDF according to him. And he has also assured that because Alangod Leelakrishnan was an unexpected entry in the candidateship of LDF, so he is saying that in such a place like Thrissur, he is the best person because he's a kavi, he's a sahityakaran, and he can contribute much more better than anybody else at this time. And when we were asking about the vote share, he's 100% sure that this time also LDF gonna come into the ruling power. Anyways, that was me, Varsha Venugopal, with camera person Keerthan Gowda. Keep watching KTV India. This is me signing off from Thrissur, Kerala.